ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ തണലൊന്നുമില്ലാത്തതായ ദിവസത്തില് 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു അവന്റെ അർശിന്റെ തണൽ നൽകുന്നതാ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തുകയാണ്, ഒന്നാമതായി നബി തങ്ങൾ പറഞ്ഞത് നീതിമാനായ ഭരണാധികാരിയാണ്. രണ്ടാമത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് തന്റെ റബ്ബിന്റെ ഇബാദത്തിലൂടെ വളർന്നതായ യുവാവ്. മൂന്നാമത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഹൃദയം പള്ളിയുമായി ബന്ധപ്പെടുത്തിയതായ മനുഷ്യനെ. നബി തങ്ങൾ പറയുകയാണ്, അവൻ പുറത്തിറങ്ങുമ്പോയോ അവന്റെ ചിന്ത പള്ളിയുമായി ബന്ധപ്പെട്ടതായിരിക്കും. പിന്നീട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അല്ലാഹുവിന്റെ പ്രീതിക്കായി പരസ്പരം സ്നേഹിച്ചതായ 2 ആളുകളുണ്ടോ അവർക്കും അർശിന്റെ തണൽ ലഭിക്കുന്നതോ. നബി തങ്ങൾ പറയുകയാണ്, ഒരു കാരണത്താലും ആ സ്നേഹം മുറിക്കാതെ മരണം വരെ അവര് കാത്തു സൂക്ഷിച്ചവരാണ്. പിന്നീട് അല്ലാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തുകയാണ്, സൗന്ദര്യമുള്ളതായ നല്ല കുലീനതയുള്ളതായ ഒരു സ്ത്രീ ഒരാളെ വ്യഭിചാരത്തിന് വിളിച്ചപ്പോ ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടോ ആ വ്യഭിചാരത്തിൽ നിന്ന് മാറി നിന്നതായ ആളുകള് അവർക്കും അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്നതോ. പിന്നീട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, വലതു കൈ ചെലവഴിച്ചത് ഇടതു കൈ അറിയാത്ത വിധം രഹസ്യമായി ധർമ്മം ചെയ്തതായ ആളുകൾ അവർക്കും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അവർക്കും അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്നതാണ്. അവസാനമായി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഏകാന്തതയിൽ അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞതായ ആളുകൾ അവർക്കും അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. പിന്നീട് അല്ലാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തുകയാണ്, മൻ ഗദാ ഇലൽ മസ്ജിദി വറാഹ അഅദ്ദല്ലാഹു ലഹു നുസുലഹു മിനൽ ജന്നതി കുല്ലമാ വദാ ഔറാഹ. ഒരാൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും പള്ളിയിൽ പോയാൽ അല്ലാഹു അവന് സ്വർഗത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിൽ ഒരു വിരുന്ന് ഒരുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അതായത് അവൻ പ്രഭാതത്തിലും പ്രദോഷത്തിലും പള്ളിയിൽ പോകുമ്പോഴെല്ലാം അവനിക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ ഒരു വിരുന്ന് ഒരുക്കുന്നതാണെന്ന് പരിശുദ്ധ ഖുർആൻ